നമസ്കാരം. സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ 1.5 ദിവസമായി ഞാനിവിടെ തങ്ങുന്നു. ഞാനും സുഹൃത്തുക്കളുടെ അയ്യർമലയിൽ തങ്ങാണ്. ഇന്നലെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ പൂജാകർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളിൽ പലർക്കും ഈ ഒരു ഏരിയനെ കുറിച്ച് അറിയുമോ അറിയില്ലെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ ഒരു ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ കേരളത്തിലാരും ഈ അയ്യർമലയെ കുറിച്ച് അങ്ങനെ അറിയില്ല. ഇവിടുന്ന് 15 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞാൽ പഴനിയമ്പലം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. അപ്പം ആ പഴനിയമ്പലത്തിനെയും കാട്ടി കുറച്ചുകൂടെ ഉയരം കൂടിയ ഒരു മലയാണ് ഈ മല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റപ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ തണുപ്പും ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പറായി. ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു വെള്ളം ഇവിടെ മുകളിൽ നിറയുന്ന ഒരു ഉറവ് ഇതുണ്ടല്ലോ. അപ്പം അതിൽ നിന്നുള്ള വെള്ളം കുളിച്ചപ്പോൾ തന്നെ തണുപ്പൊക്കെ മാറി നല്ല ഉഷാറായി കേട്ടോ. നല്ല വെള്ളമായിരുന്നു. അപ്പം ഇനി ഈ പൂജാകർമ്മങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഇതൊക്കെ എടുക്കലും പിടിക്കലിൻ്റെ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ രാവിലത്തെ ആ ഒരു കാഴ്ച ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. താഴോട്ടൊക്കെ നല്ല മഞ്ഞാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ പ്രദേശങ്ങളൊക്കെ കാണാം. അപ്പം നമ്മുടെ ആഞ്ജനേയന്മാരൊക്കെ രാവിലെ തന്നെ ഇങ്ങനെ വന്നിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ കൂടെയൊക്കെ ഇട്ട് കാണാം. പിന്നെ അതിവിടെ ഒരു സന്യാസി നിൽക്കുന്ന ഒരു യോഗയൊക്കെ ചെയ്യുന്ന ഒരു സീനൊക്കെ കാണാം. അതിവിടെ ഉണ്ടോ, രാവിലെ എണീറ്റ് യോഗ ചെയ്യാൻ താഴ്ന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തിത്തുടങ്ങും. രാവിലെ ഇങ്ങനെ കയറി വരുമെന്ന് പറഞ്ഞു കേട്ടു. കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട് ഇവിടെ സന്യാസം നടത്തി എന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ എല്ലാവരും റെഡിയായി. ആളുകളൊക്കെ ഇന്നലെ രാത്രി തന്നെ ഈ മല ഇറങ്ങിയായിരുന്നു കേട്ടോ. ഏകദേശം കുറച്ച് പേര് ഇവിടെ തങ്ങി, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയത് ഇവിടെ ബാത്റൂം സൗകര്യം ഒരു കുറവാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം ഇവർ നാച്ചുറലായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നത്. പഴയ ആ തലമുറയിൽ പഴയ അന്നത്തെ ഒരു ഇത് എങ്ങനെയാണ് കീപ്പ് ചെയ്തത്, വേറെ കെമിക്കൽസ് ആർട്ടിഫിഷ്യലുകൾ ഒന്നുമില്ലാതെ അങ്ങനെ നാച്ചുറലായിട്ടാണ് ഇവിടെ കീപ്പ് ചെയ്ത് പോകുന്നത് തന്നെ ഇവിടെ. അതുകൊണ്ട് അന്ന് കെട്ടിയ അതേ ഇത് തന്നെയാണ്. 1965 കെട്ടിയ അതേ ഷെഡാണ് അവർ പെയിൻ്റൊക്കെ അടിച്ച് പുതുക്കി കീപ്പ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇത് ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അംശമില്ല കേട്ടോ. എല്ലാം നമ്മൾ പാളയിലെടുത്ത പ്ലേറ്റിലാണ് എല്ലാം കഴിച്ചിരിക്കുന്നത് കണ്ടോ. അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അംശം ഇവിടെ കാണാനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ പിറക്കി ഇവിടുന്ന് എല്ലാം ശുദ്ധമാക്കി ആയിട്ടാണ് ഇവിടുന്ന് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും നാച്ചുറലായിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത്. ഇന്നലെ പറഞ്ഞ വെള്ളത്തിൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ തലമുകളിലുള്ള വീണ്ടും പറയുന്നത് വെച്ചാൽ എനിക്കൊരു ആശ്ചര്യമാണ്, എല്ലാവർക്കും ഒരു ആശ്ചര്യമാണ്. ഇവിടെ തീർത്ഥമാണെന്ന് പറയുന്നത്. ഈ വെള്ളം എല്ലാവരും വീടുകളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കുടിക്കാനായിട്ടൊക്കെ. അത്രയും നല്ല ഒരു തീർത്ഥജലം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രയും മുകളിലാണ് ഈ ഒരു ഉറവ് നിൽക്കുന്നത് തന്നെ. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതോടൊപ്പം തന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കാണുന്നവർ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, പിന്നെ ലൈക്ക്, കമൻറ്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായും അഭിപ്രായപ്പെടുക. ഫോളോ ചെയ്യാത്തവരാണ് ശരിക്കും ഫോളോ ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അടുത്തടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. യൂട്യൂബിലാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇനി ഇന്നലെ നടന്ന പൂജയുടെ ഇതൊക്കെ ഇനി എടുക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഇവിടെയാണ് ഞങ്ങൾ തങ്ങണതും. ഇതിൻ്റെ ഉള്ളിൽ പൂജ